ബാധിച്ചവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലും ക്യാൻസർ വന്നിട്ടുണ്ടോ? ശരീരത്തിലെ കോശങ്ങൾ അനിയന്ത്രിതമായി വിഭജിക്കപ്പെടുമ്പോഴാണ് ഈ രോഗം ഉണ്ടാവുന്നത്. ശരീരത്തിൽ എവിടെയും ക്യാൻസർ ഉണ്ടാവാം. എല്ലാ അവയവങ്ങളും കോടിക്കണക്കിന് അല്ലെങ്കിൽ ട്രില്യൺ കണക്കിന് കോശങ്ങളാൽ നിർമ്മിതമാണ്. എന്നാൽ ഹൃദയം പോലുള്ള ചില ഭാഗങ്ങളിൽ ക്യാൻസർ സാധാരണമായി വരാറില്ല. ബയോപ്സി പരിശോധനകളിൽ 0.001 മുതൽ 0.3% മാത്രമാണ് ഹൃദയത്തിലെ ക്യാൻസറിന്റെ അളവ്. 20ൽ ഒരു സ്ത്രീക്ക് സ്ഥാനാർബുദം വരാറുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും ഹൃദയത്തിന് ഇത്രയും കുറവ്? ക്യാൻസറിന് പ്രതിരോധിക്കാനുള്ള ശേഷി ഹൃദയകോശങ്ങൾക്ക് ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. വളരാനും പഴയതോ ജീർണിച്ചതോ ആയ കോശങ്ങളെ മാറ്റാനും കേടായ കോശങ്ങളെ നന്നാക്കാനും കോശങ്ങൾ വിഭജിച്ച് പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നു. ഇതിനെ കോശവിഭജനം എന്നാണ് വിളിക്കുക. ശരീരത്തിലെ ഓരോ തരം കോശവും അതിൻ്റെ പ്രവർത്തനവും വ്യക്തിയുടെ പ്രായവും അടക്കമുള്ള കാരണങ്ങളാലും വ്യത്യസ്ത നിരക്കിലാണ് വിഭജിക്കപ്പെടുക. ഉദാഹരണത്തിന്, വളരുന്ന മനുഷ്യ ഭ്രൂണത്തിൻ്റെ കോശങ്ങൾ വളരെ വേഗത്തിൽ വിഭജിക്കപ്പെടുന്നു. 3 ദിവസത്തിനുള്ളിൽ അവ 4 തവണ വിഭജിക്കപ്പെടും. ചർമ്മം, നഖങ്ങൾ, മുടി എന്നിവ ഉണ്ടാക്കുന്ന കോശങ്ങൾ ആയുസ്സിലുടനീളം പതിവായി വളരുന്നു. അസ്ഥികോശങ്ങൾ ഏകദേശം ഓരോ 10 വർഷത്തിലും നിങ്ങൾക്ക് പൂർണ്ണമായും പുതിയ ഒരു അസ്ഥികൂടം നൽകുന്ന നിരക്കിൽ വിഭജിക്കുന്നു. കോശവിഭജനം എത്ര തവണ സംഭവിക്കുന്നു എന്നത് കർശനമായി നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. ഒരു കോശം വിഭജിക്കപ്പെടുന്ന സമയത്ത് അതിലെ DNA അകത്തെ ജീനുകൾ പുതിയ 2 കോശങ്ങളിലും തുല്യമായി വിതരണം ചെയ്യും. ദോഷകരമായ രാസവസ്തുക്കൾ, അൾട്രാവയലറ്റ് രശ്മികൾ, ആണവ വികിരണം എന്നിവയായുള്ള സമ്പർക്കം മൂലം ഈ ജീനുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ രോഗത്തിന് കാരണമാവുന്ന വ്യതിയാനങ്ങൾ ഉണ്ടാവാം. കോശവിഭജനം നിയന്ത്രിക്കുന്ന ജീനുകളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാവുമ്പോൾ ക്യാൻസർ വരാം. മനുഷ്യ ശരീരം ഉണ്ടാവുമ്പോൾ ആദ്യം രൂപപ്പെടുകയും പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന അവയവമാണ് ഹൃദയമെങ്കിലും മുതിർന്നവരുടെ ഹൃദയത്തിലെ കോശങ്ങൾ ജനനത്തിനു ശേഷം വളരെ കുറച്ചു തവണ മാത്രമേ വിഭജിക്കുന്നുള്ളൂ. 20 വയസ്സിന് ശേഷം വിഭജനം ഗണ്യമായി കുറയുന്നു. ഒരു ജീവിതത്തിൽ ഹൃദയത്തിലെ 50% കോശങ്ങൾ മാത്രമാണ് മാറ്റിസ്ഥാപിക്കപ്പെടുന്നുള്ളൂ. അതായത് നിങ്ങൾ ജനിക്കുമ്പോഴുള്ള ഹൃദയകോശങ്ങളിൽ പകുതിയും മരണം വരെ ഉണ്ടാവാം. മുതിർന്നവരുടെ ഹൃദയത്തിലെ ഈ കുറഞ്ഞ കോശവിഭജന നിരക്ക് ക്യാൻസറിനെതിരായ പ്രാഥമിക പ്രതിരോധമായി വർത്തിക്കുന്നു. കോശവിഭജന സാധ്യത കുറയുമ്പോൾ തന്നെ DNA കോപ്പി എടുക്കുന്ന സമയത്ത് തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കുറയുന്നു. നെഞ്ചിനകത്ത് സുരക്ഷിതമായി ഇരിക്കുന്നതിനാൽ തന്നെ അൾട്രാവയലറ്റ് രശ്മികളോ വായുവിലൂടെ എത്തുന്ന ക്യാൻസറിന് കാരണമാവുന്ന ഘടകങ്ങളുമായി ഹൃദയം നേരിട്ട് സമ്പർക്കം പുലർത്തുന്നില്ല. നിർഭാഗ്യവശാൽ ഹൃദയത്തിൻ്റെ കുറഞ്ഞ കോശവിഭജന നിരക്ക് ചില ദോഷങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് രോഗം, പരിക്ക് അല്ലെങ്കിൽ വാർദ്ധക്യം എന്നിവയാൽ കേടുവന്ന കോശങ്ങൾ നന്നാകാനും മാറ്റിസ്ഥാപിക്കാനുമുള്ള കഴിവ് കുറയുന്നു. എന്നാൽ ക്യാൻസറിനെതിരെ ഹൃദയത്തിന് പ്രതിരോധശേഷി ഉണ്ടെങ്കിലും ട്യൂമറുകൾ രൂപപ്പെടാനുള്ള സാധ്യതകൾ പൂർണ്ണമായും ഒഴിവാക്കാനാവില്ല. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ക്യാൻസർ കോശങ്ങൾ കുടിയേറുമ്പോഴാണ് സാധാരണയായി ഹൃദയത്തിൽ ക്യാൻസർ രൂപപ്പെടുക. ഇത് മെറ്റാസ്റ്റാറ്റിസിസ് എന്നാണ് അറിയപ്പെടുന്നത്. അപൂർവമാണെങ്കിലും ചിലതരം സ്കിൻ ക്യാൻസറുകളോ നെഞ്ചിലെ ക്യാൻസറുകളോ ഹൃദയത്തിലേക്ക് പടരാനുള്ള സാധ്യതയുണ്ട്. ഹൃദയത്തിൽ ക്യാൻസർ വരികയാണെങ്കിൽ അത് മറ്റു ക്യാൻസറുകളേക്കാൾ മാരകമായിരിക്കും. US-ലെ 1 ലക്ഷത്തിലധികം ഹൃദയ ക്യാൻസർ കേസുകൾ വിശകലനം ചെയ്ത ഒരു പഠനത്തിൽ ഹൃദയ ക്യാൻസറിന്റെ ചികിത്സയ്ക്കായി ശസ്ത്രക്രിയയ്ക്കും കീമോതെറാപ്പിക്കും വിധേയരായ രോഗികൾ അത് ചെയ്യാത്തവരെ അപേക്ഷിച്ച് കൂടുതൽ കാലം അതിജീവിച്ചതായി കണ്ടെത്തി. ഹൃദയകോശങ്ങൾ എങ്ങനെ വിഭജിക്കുന്നുവെന്നും ആ പ്രക്രിയ മാറുന്നതിൻ്റെ കാരണം എന്താണെന്നും മനസ്സിലാക്കുന്നത് രോഗത്തെക്കുറിച്ചുള്ള സൂചനകൾ നൽകുകയും പുതിയ ചികിത്സയ്ക്കുള്ള ആശയങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഹൃദയാഘാതത്തിന് ശേഷം എന്തുകൊണ്ട് ഹൃദയം സുഖപ്പെടുന്നില്ല എന്നുള്ള കാര്യത്തിലും ഇത് വെളിച്ചം വീഴ്ത്തുന്നു. രക്തകോശങ്ങളെ ഹൃദയകോശങ്ങളാക്കാനുള്ള ഗവേഷണങ്ങളും നടക്കുന്നുണ്ട്. ക്യാൻസർ ഉൾപ്പെടെയുള്ള ഹൃദ്രോഗങ്ങൾക്കുള്ള പുതിയ ചികിത്സകൾക്കുള്ള വാതിലുകൾ ഇത് തുറക്കുന്നു.